തിരുവനന്തപുരം കൊല്ലം ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് വന്നിട്ട് പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ നെട്ട എന്ന് പറയുന്ന സ്ഥലം. കൊല്ലത്തുനിന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും 105 കിലോമീറ്ററാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 50 കിലോമീറ്ററിനകത്തേ ഉള്ള ഈ നെട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഭരതന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടുള്ള സുമതി കൊല്ലപ്പെട്ട വളവെന്ന് പറഞ്ഞൊരു വളവുണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ആ ഒരു വളവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, സുമതി കൊല്ലപ്പെട്ട വളവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല വന്നത്. തിരുവനന്തപുരം ജില്ലയുടെയും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെയും ബോർഡറായിട്ടുള്ള നെട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോഴങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. കൊല്ലത്തുനിന്ന് NH 66 വഴി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴവിടെ 4 വരി പാതയുടെ പണി നടക്കുന്നത് കൊണ്ട് റോഡെല്ലാം ഭയങ്കര പൊടി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പൊടി. ബസ്സിൻ്റെ ഒന്നും ബാക്കിൽ പോകാനേ പറ്റുന്നില്ല. പിന്നെ ഭയങ്കര ബ്ലോക്കും, ഒരുപാട് നേരം ബ്ലോക്കിൽ കിടക്കേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊട്ടിയം വരെ വന്നിട്ട് കൊട്ടിയത്തുനിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ കണ്ണനല്ലൂരിൽ നിന്ന് റൈറ്റ് എടുത്ത് കുറച്ച് ഉൾവഴി കൂടെയൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ വന്ന് ആയൂർ ജംഗ്ഷനിൽ കയറിയിട്ട് MC റോഡ് വഴി നേരെ കാരേറ്റ് വന്ന്, കാരേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു കരിക്കും വെള്ളം കുടിച്ചിട്ട് നിന്നപ്പോഴത്തേക്കും അങ്ങനെ കരിക്കും വെള്ളം മേടിച്ച് കുടിച്ച ചേട്ടനെടുത്ത് ചോദിച്ച് ഇവിടെ അടുത്ത് എന്തെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോഴാ ചേട്ടനാ പറഞ്ഞത് ഇവിടെ നിന്ന് കുറച്ചൊരു കാരേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 17 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ സുമതി കൊല്ലപ്പെട്ട വളവെന്ന് പറഞ്ഞൊരു വളവുണ്ട്, അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിലും ഈ നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സുമതി കൊല്ലപ്പെട്ട വളവെന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത് കാരേറ്റ് പാലോട് റോഡിലാണ്. കാരേറ്റ് നിന്ന് പാലോടിലോട്ട് പോകുന്ന റോഡിൻ്റെ ഇടയ്ക്കാണ് ഈ സുമതി കൊല്ലപ്പെട്ട വളവെന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. പാലോടെന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നൊരു 5 കിലോമീറ്ററേ ഉള്ളൂ. പാലോടെന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ വഴി വരുന്ന എളുപ്പം, കാരേറ്റ് വരെ വരേണ്ട കാര്യമില്ല. അങ്ങനെ നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും യാദൃശ്ചികമായിട്ട് ഒരു ട്വിസ്റ്റ് പോലെ വന്നൊരു സ്ഥലമാണ് ഈ സുമതി കൊല്ലപ്പെട്ട വളവെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പകൽ സമയത്തായതുകൊണ്ട് നല്ല ധൈര്യമാണ്. ഇവിടെയോ ആണ് സുമതി കൊല്ലപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ്. നല്ലൊരു വളവാണ്. ദാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കുക. ഞാൻ ബൈക്കിലാണ് വന്നത്. സാധാരണ നമ്മുടെ യാത്രയെല്ലാം ബസ്സിലും ട്രെയിനിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഒരു 100 കിലോമീറ്ററേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ബൈക്കിൽ വരാമെന്ന് വിചാരിച്ച്. ദീ കാണുന്നതാണ് എൻ്റെ വാഹനം, ഡിസ്കവർ 150. ഒരു അണ്ടർ റേറ്റഡ് ബൈക്കാണ് കേട്ടോ ഈ ഡിസ്കവർ എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് ദൂരമൊക്കെ പോകാൻ പറ്റിയ ഒരു ബൈക്കാണ്. അതുകൊണ്ടല്ലേ ഈ മീൻകാരൊക്കെ ഈ വണ്ടിയാണ് കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത്. പറക്കുമല്ലേ അവർ മീൻ പെട്ടിയൊക്കെ വെച്ചിട്ട്. നമുക്ക് പറക്കൊന്നും വേണ്ട, പക്ഷേ ഇങ്ങനത്തെ വണ്ടിയിലൊന്നും സ്പീഡിൽ പറന്ന് പോരുത്. കാര്യം സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയല്ല ഇത്, അത്യാവശ്യം സിറ്റി റൈഡിനൊക്കെ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. എന്തായാലും നമുക്ക് നെട്ട വ്യൂ പോയിന്റിലോട്ട് പോവാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു സുമതി വളവിൽ നിന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ പാലോടെത്തുമെന്ന്. സുമതി വളവെന്ന് പറയുമ്പോൾ അവിടെ ആയിട്ടാണ് വരുന്നത്, ആ വഴി കൂടെ ഇങ്ങനെ വന്നത്. അപ്പോഴൊരു ഹൈവേയിൽ വന്ന് കയറും. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആർച്ച് കാണാം. ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തെങ്കാശിയിലൊക്കെ പോകാം, തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്ന റോഡായത്. ട്രിവാൻഡ്രത്തെയും തെങ്കാശിയൊക്കെ കണക്ട് ചെയ്യുന്ന റോഡാണ് ഈ കാണുന്ന ഈ റോഡ്. അപ്പോഴെന്തായാലും ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ നെട്ട വ്യൂ പോയിന്റിലോട്ട് കാണിക്കുന്ന ദൂരം. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, നെട്ട വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോഴിങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക. ഈ കാണുന്ന വെള്ളം ചിറ്റാർ ഡാം, പിന്നെ ചിറ്റാർ ലേക്ക് എന്ന ഈ ലേക്കിനെ കാണിക്കുന്ന പേര് ഗൂഗിൾ മാപ്പിൽ. ഇവിടെ ആയിട്ടൊരു ആസ്പെറ്റസ് ഒക്കെ ഇട്ടൊരു ഷെഡ് കാണാം. നമ്മൾ വലിയ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ തേയില എസ്റ്റേറ്റിലൊക്കെ ഇതേപോലത്തെ കെട്ടിടങ്ങൾ കാണാൻ പറ്റും. ഇത് റബ്ബർ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷെഡായത്. വെറുതെ ഒന്ന് വണ്ടി നിർത്തി ഇത് വീഡിയോ എടുത്തതേ ഉള്ളൂ. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള നെട്ട വ്യൂ പോയിന്റ്, അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഒരു കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും, ഒരു 1/2 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോഴാണ് ശരിക്കുമുള്ള നെട്ട വ്യൂ പോയിന്റ് എത്തിയിരിക്കുന്നത്. ദൂരോട്ടൊക്കെ വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആയിട്ട് കാണുന്ന മലനിരകളൊക്കെ പൊന്മുടിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ ഒരുപാട് റബ്ബർ എസ്റ്റേറ്റും ഉണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. വൈകുണ്ഠം എസ്റ്റേറ്റ് എന്നാണ് പോകുന്നിടത്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ബോർഡിൽ. ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് വൈകുണ്ഠം എസ്റ്റേറ്റാണ്. 1000 ഏക്കറിൽ കൂടുതലുണ്ടെന്നൊക്കെയാണ് ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത്. എന്തായാലും ഒരുപാട് ദൂരത്തോട്ടുണ്ട്, ഏക്കറുകളോളം ഉണ്ട്. പിന്നെ ഈ നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. പുഴമീനൊക്കെ പൊരിച്ചു കൊടുക്കുന്ന കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ടൊരു കട. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്.
ഈ ഒരു 3-4 കിലോമീറ്ററിനകത്ത് തന്നെ ഒരു 10-20 കടയുണ്ട് ഈ പുഴമീൻ്റെ. അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇതെവിടെ ഒരു വ്യൂ പോയിൻ്റ് അടുത്തായിട്ടൊരു ഹോട്ടലിൽ കുറേ മീനിനകത്ത് മസാലയൊക്കെ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. പല പല ടൈപ്പ് മീനുകളുണ്ട്. വലിയ മീനാണ്, കൈ വയ്ക്കുമ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ. കണ്ടില്ലേ? ഈ വലിയ മീനിൻ്റെ പീസാണ് ഈ കാണുന്നത്. ഇതെങ്ങനെ വിലയൊക്കെ എങ്ങനെയാ? ഇത് ഫുള്ള് ഒരെണ്ണം 400 രൂപ. ഇത് 400. ഈ പീസൊക്കെ ആണെങ്കിലോ 150. ഒരു പീസിന് 150. ഇത് 150. ഒരെണ്ണത്തിന് 150 അല്ലേ? വലുതിന് 200 രൂപ. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊരിച്ചു തരുകയും ചെയ്യും അല്ലേ? രാവിലെ 9 മണിക്ക് തുടങ്ങും. രാത്രി എത്ര മണി വരെ കാണും ഇവിടെ? വൈകുന്നേരം 6 വരെ കാണും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. വിശപ്പ് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. പരിസരത്തൊക്കെ വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. വീണ്ടും കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം വീണ്ടും ഇറങ്ങി ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. നമ്മൾ ഈ വലിയ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴത്തേക്കുവേ ഒരു വലിയ വളവിൽ ഒരു ചായക്കടയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വലിയ മലനിരകളെ കാണാൻ പറ്റുമല്ലോ. അതേപോലൊരു സ്ഥലമായിട്ട് ഇവിടെ തോന്നി. ചിറ്റാർ ഡാം 2 പോകുന്ന വഴിയാണ് ദേ ഈ കാണുന്നത്. ഇതെവിടെ ചിറ്റാർ ഡാം 2 എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് തമിഴ്നാട്. വണ്ടിയിൽ കയറുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, പോകുന്നു, ഏതെങ്കിലും സ്ഥലം കാണുമ്പോൾ നിർത്തുന്നു, ഇറങ്ങുന്നു, വീഡിയോ എടുക്കുന്നു, വീണ്ടും അത് റിപ്പീറ്റ്. വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു മൃഗാശുപത്രിയുടെ ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ടേ 2 ഭാഷകളിലും ഉണ്ട്. അങ്ങനെ ആ മൃഗാശുപത്രിയോട് ചേർന്ന് വൈകുണ്ഠം എസ്റ്റേറ്റിൻ്റെ ഒരു ബോർഡ് കാണാം. വൈകുണ്ഠം എസ്റ്റേറ്റിൻ്റെ പ്രവേശന കവാടം. അനുവാദം കൂടാതെ അകത്തേക്ക് പ്രവേശനമില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലേ? പേരെങ്ങനെ? കൃഷ്ണപിള്ള. അങ്ങനെ 1000 ഏക്കറോളം ഉണ്ട് ഈ വൈകുണ്ഠം എസ്റ്റേറ്റ് അല്ലേ? ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന തമിഴ്നാടാണ്. അപ്പോൾ ഈ വഴി കൂടെ നേരെ അങ്ങ് 3 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കേരളയാണ്. പനച്ചമൂട്. കേരളത്തിലെ പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ചെന്ന് ഇറങ്ങുന്നത്. ഓ, അപ്പോൾ ഈ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഈ നിൽക്കുന്ന? അരയനാട്. ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനുള്ള എസ്റ്റേറ്റാണ് ഈ വൈകുണ്ഠം എസ്റ്റേറ്റ്. ഗൂഗിളിലൊക്കെ നോക്കിയാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ശരി, അപ്പോൾ കണ്ടതിൽ സന്തോഷം. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ തൃപ്പരപ്പ് വാട്ടർഫാൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോഴങ്ങോട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ വന്നുള്ള ഗുണമെന്ന് വെച്ചാലേ തോന്നുന്നിടത്തൊക്കെ നിർത്താൻ പറ്റും. സാധാരണ ഞാൻ ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് വീഡിയോസ് മിസ്സാവുന്നുണ്ട്, പല പല വിഷ്വൽസും മിസ്സാവുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ഹിറ്റാച്ചി ഇട്ട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക. പൈനാപ്പിൾ തോട്ടമായിരുന്നു. അപ്പോൾ ആ ഇളക്കി മറിക്കുന്നതിൻ്റെ ചുറ്റും ഒരുപാട് വെള്ള കൊക്കുകൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാ കണ്ടില്ലേ? ഇതേപോലെ പൈനാപ്പിൾ നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. അല്ല, ഇത് ശരിക്കും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കൃഷി രീതിയെന്നേ. കാര്യം ഇതൊക്കെ ഉടനെ വെച്ചതുപോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്. പുതിയ മണ്ണ്, ഇളകി കിടക്കുന്ന മണ്ണാണ്, കണ്ടില്ലേ? അങ്ങനെ ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് നേരെ വണ്ടി ഓടിച്ച് മുകളിലോട്ട് കയറി വന്ന് ഇവിടെയൊക്കെ കുറേ പൈനാപ്പിളിൻ്റെ തൈ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇവിടെ ഇത് നടന്നതേ ഉള്ളെന്നാണ് പറഞ്ഞത്. പൈനാപ്പിളിൻ്റെ തൈകളായത്. ഞാൻ വിചാരിച്ച് കുഞ്ഞിലേ ഇങ്ങനെ കിളിച്ച് അങ്ങനെ രീതിയിലാണ് നടന്നതെന്നാണ് വിചാരിച്ചത്. അപ്പം ഇത് വേറെ ഇവിടെ നിന്ന് തൈ കൊണ്ട് വന്നിരിക്കുക. ഇനി ഇവിടെ നടും. ഏമ്മ, ഇത് പൈനാപ്പിൾ എടുത്തതിന് ശേഷമുള്ളതാണോ? ഒരു തോട്ടത്തിൽ 3 വർഷത്തേക്കേ നടാൻ പാടുള്ളൂ. അതിന് ശേഷം അവിടെ നമ്മൾ പിഴുതോണ്ട് പോകണം. അപ്പോൾ അതേപോലെ എവിടെ നിന്ന് പിഴുതോണ്ട് വന്നതാണ് ഇത്. അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഇത് വേറെ എവിടെയോ നട്ടിരുന്നതാ, അത് അവിടെ നിന്ന് പിഴുതോണ്ട് വന്നതാണ് ഇനി ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ബാക്കിലായിട്ട് വലിയൊരു കൊക്കയാണെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് വലിയൊരു താഴ്ചയായിട്ട് കാണുന്നുണ്ട്. ഒരു പട്ടിയും കിടന്ന് കുരച്ചായിരുന്നു ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കുവേ. വേണ്ട, ഗർത്തം നോക്കാൻ പോകണ്ട, പണി കിട്ടും, പട്ടി കടിക്കും. തൃപ്പരപ്പ് വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴിക്കാണ് ഇതെല്ലാം കണ്ടത്. എന്തായാലും വാട്ടർഫാൾസിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 7 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഇവിടെ തൃപ്പരപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ഈ വഴിയിൽ നിന്ന് അകത്തോട്ട് പോകുന്നതാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തൃപ്പരപ്പ് അരുവി പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? തൃപ്പരപ്പ് വാട്ടർഫാൾസ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അമ്പലമുണ്ട്. അതിൻ്റെ മെയിൻ ഒരു ആർച്ചും വെച്ചിട്ടുണ്ട്. ഇവിടെ വാട്ടർഫാൾസിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഫീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 5 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് 10 രൂപയാണ് ചാർജ്. കാറിന് 20 രൂപ, ബൈക്കിന് 10 രൂപ. ആർച്ചിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച, ശനിയോ ഞായറോ ഒന്നും അല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ പാർക്കിങ്ങിന് അടുത്തായിട്ട് ഈ കാണുന്നത് തൃപ്പരപ്പ് അമ്പലം. ശബരിമല സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്.
തോർത്തും 3/4 എല്ലാം ഉണ്ട്. ഇതെവിടെ ചീനിവറ്റിലും ചിപ്സൊക്കെ പൊരിച്ചിട്ടിരിക്കുന്നതൊക്കെ, ചക്കവറ്റിലും എല്ലാം ഉണ്ട്. കളർഫുള്ളായിട്ടുണ്ട്. ചക്കവറ്റിലൊക്കെ നല്ല മഞ്ഞ കളറിയുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളെല്ലാം ഉണ്ട്. ലോറിയും ജീപ്പും എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയാൽ നല്ല അടിപൊളി വ്യൂവാണ് ഇവിടെ നോക്കാനേ. ഞാൻ വെള്ളത്തിൽ കുളിക്കുന്നതൊന്നുമില്ല, വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അത് കാണുന്നതാണ് ഭംഗി. ഇവിടെ ആയിട്ടൊരു ലവ് ചിഹ്നത്തിൻ്റെ ഡിസൈനിൽ പുൽച്ചെടി വെട്ടിയിരിക്കുന്നത് കൊള്ളാം. ഇതിലൊന്നും തൊടാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ബോർഡിൽ. ഞാൻ പറഞ്ഞില്ലേ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവിടെയും കൂടെ കയറുന്നതെന്ന്. പമ്പയിലോട്ട് നോക്കുന്ന കണക്കുണ്ട്. കംപ്ലീറ്റ് ശബരിമലക്കാരാണ് ഉള്ളത്. അതിൻ്റെ ആ ഒരു വെള്ളം വീഴുന്നതിൻ്റെ ഒരു ഈറൻ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഞാനും നനയുക. ഞാൻ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നില്ലെങ്കിലും ഞാൻ ഈ സൈഡിൽ നിന്ന് നനയുക. കൈവരിയും കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് തന്നെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് സേഫായിട്ട് നിന്ന് കുളിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നെട്ടയിലോട്ടൊന്നും പോയി, നെട്ടയിൽ ആ ഒരു ചിറ്റാർ ഡാമിൻ്റെ റിസർവയർ ഉണ്ടല്ലോ, അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊന്നും പോയി ഇറങ്ങരുത്. അവിടെ നിന്നൊരു 7 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റും. വെറുതെ എന്തിനാ ഡാമിലെ വെള്ളത്തിലൊക്കെ പോയി മുങ്ങിപ്പോകുന്നത്? ഇതോ അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീഴുന്ന വെള്ളം എന്താ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒഴുകി ഈ സ്റ്റെപ്പ് വഴിയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അത് കൊള്ളാം. വെള്ളം കിടക്കുന്നുണ്ടാന്ന് തോന്നുന്നു ചാടി ഇങ്ങോട്ട് വരാത്ത, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തോട്ട് വന്നേനെ. ഇവിടെ പിന്നെ സ്ഥിരം ആൾക്കാരെയൊക്കെ കണ്ട് പരിചയമായി കിടക്കുന്ന പട്ടിയാണ്. പട്ടിയെന്ന് വിളിക്കാൻ തോന്നുന്നില്ല, അതിൻ്റെ പേരെന്താണെന്നറിയാൻ വയ്യ. ഒരുപാട് വെള്ളമുള്ള സമയത്ത് ഇതിനകത്തോട്ടൊക്കെ വെള്ളം കയറും. അപ്പോഴൊന്നും ആളുകൾക്ക് ഇതിനകത്തോട്ട് പ്രവേശനമൊന്നുമില്ല. ഇതിനകത്തോട്ടൊന്നല്ല, ഈ എൻട്രൻസ് ടിക്കറ്റ് പോലും കിട്ടത്തില്ല. ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം കുത്തി ഒലിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. തിരുപ്പറപ്പ് അരുവിയിൽ കുളിക്ക തടൈ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് സൺ ടി വിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കേ മുകളിലോട്ട് പോവാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റും. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ബോട്ടിങ്ങിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും സമയം ചോദിച്ചു, എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്ന്. അപ്പോൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കന്യാകുമാരിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് ഇവിടത്തെയും സമയം വന്നിരിക്കുന്നത്. കന്യാകുമാരിയിൽ സൂര്യോദയം കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അവിടുത്തെ സൂര്യോദയം കണ്ടതിന് ശേഷം ഇങ്ങോട്ടും കൂടെ ഒക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സമയം ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തായാലും ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം. ആ സ്റ്റെപ്പ് കയറി വന്നപ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു ആനയെ കുളിപ്പിക്കുന്നു. ഈ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അനങ്ങാതെ നിൽക്കുന്നു കുളിച്ചുകൊണ്ട്. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ വലിയൊരു പാലമാണ്, നല്ല നീളത്തിലുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കേ ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട്. അതിൻ്റെ അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങി കുളിക്കരുത്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയായിട്ട്, അവിടെ നിന്ന് കുളിക്കുന്ന സേഫ്. ഇവിടെ നിന്നും ഒഫീഷ്യലി കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അനധികൃതമായിട്ട് കുളിക്കുക ആൾക്കാരൊക്കെ. ഈ ഒരു പുഴയുടെ അപ്പുറത്തായിട്ട് കാണുന്നത്, നേരത്തെ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു അമ്പലം കണ്ടില്ലായിരുന്നോ, ആ അമ്പലമാണ് കാണുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇതോ അവിടെ ആയിട്ടാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത്. ബോട്ടിങ്ങിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പെഡൽ ബോട്ടിന് 30 മിനിറ്റ് 50 രൂപ ഒരാൾക്ക്. തുഴവള്ളത്തിനാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറത്തേക്ക് ഒരാൾക്ക് 100 രൂപ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ നിർത്തി വെച്ചിട്ട് വായിച്ചോ, എന്നിട്ട് വായിച്ചിട്ട് ബാക്കി കണ്ടോ. ഇവിടെ ആയിട്ട് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളേ. ഈ ചെയ്തു വെച്ചിരിക്കുന്നത് കൊള്ളാമല്ലോ. ഡ്രാഗൺ എന്നല്ലേ പറയുന്നത്? ഡ്രാഗണാണോ ഇനി ഡിനോസറാണോ? എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ എല്ലാ കറക്കങ്ങളും കഴിഞ്ഞിട്ട് വിശന്ന് കുരുങ്ങി തിരിച്ചു വന്നിരിക്കുക. അതാ ഇവിടെ നേരത്തെ വന്ന് റേറ്റൊക്കെ ചോദിച്ചിട്ട് പോയ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുക. ഞാൻ നേരത്തെ വന്ന് ഇവിടെ റേറ്റൊക്കെ ചോദിച്ചിട്ട് പോയതല്ലേ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റേറ്റ് ചോദിച്ചിട്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയി കഴിക്കുന്നത് മോശമല്ലേ. അപ്പോഴതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുക. ഇവിടെ മീനൊക്കെ പൊരിച്ചുകൊണ്ട് നിൽക്കുക. കാണാമല്ലോ കാണിക്കുമ്പോൾ. എന്നാൽ പേരെന്താ കടയുടെ പേരെങ്ങനെ? മുഹമ്മദ് ആരിഫ് എന്നാണ് പേര്. ആണോ? മുയലിറച്ചി നാടൻ കോഴിയൊക്കെ ഞായറാഴ്ച മാത്രമേ ഉള്ളോ? ഞായറാഴ്ച മാത്രമേ ഉള്ളല്ലേ. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഈ 150 അല്ലേ ഇതിൻ്റെ പീസ്? ഇതൊരെണ്ണം എടുത്തോ. യെസ്.
അങ്ങനെ ഈ നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ട്. എന്ന് വെച്ചാൽ ചിറ്റാർ ലേക്ക്. അപ്പോഴാ ലേക്കിലൊന്നും ഇറങ്ങി കുളിക്കരുത്. ഈ നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൃപ്പരപ്പം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ലൈഫ് ഗാർഡിൻ്റെയൊക്കെ സെക്യൂരിറ്റിയോട് കൂടി നമുക്ക് കുളിക്കാൻ പറ്റും. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ തിരിച്ചു പോകുന്നതെന്ന് വെച്ചാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള സ്ഥലം ഗൂഗിൾ മാപ്പിലിട്ട് അങ്ങ് പോയാൽ മതി. ഇങ്ങോട്ട് വന്നതും അതേ കണക്ക് തന്നെ നെട്ട എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി. നെട്ട വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് നോക്കാനുള്ള കറക്റ്റ് നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടോട്ട് കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ള പ്രത്യേകിച്ച് പാടുള്ള കാര്യമൊന്നുമല്ല. ട്രിവാൻഡ്രത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 56 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പല പല വഴികളുണ്ട്. നെടുമങ്ങാട് വഴി, ആര്യനാട് വഴി അങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വരാം. പിന്നെ അല്ലാതെ നെയ്യാറ്റിൻകര വഴി അങ്ങനെയൊക്കെ വരാം. പിന്നെ പാറശാല വഴി അങ്ങനെ വരാം. അങ്ങനെ ഓരോരോ വഴികൾ കറങ്ങിത്തിരിഞ്ഞ് വേണമെങ്കിലും ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. എന്താണെങ്കിലും ഗൂഗിൾ മാപ്പിൽ നെട്ട വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും കേട്ടോ. തിരുവനന്തപുരം, കൊല്ലം ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് വന്നിട്ട് പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ നെട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.